നാടിന്റെ കണ്ണീരോർമ്മയായി മാറിയിരിക്കുകയാണ് ഒരു പിതാവും മകനും. വികാരനിർഭരമായാണ് വാളയാർ മാകാളിക്കാട് സ്വദേശി മോഹനനും മകൻ അനിരുദ്ധിനും നാട് വിട ചൊല്ലിയത്. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെയാണ് മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത്. ഇരുവരെയും അവസാനമായി ഒരു നോക്ക് കാണാനായി നാട് ഒന്നാകെ ഒഴുകിയെത്തിയിരുന്നു. സഹോദരന്റെയും പിതാവിന്റെയും ചേതനയറ്റ ശരീരങ്ങൾ കണ്ട് നെഞ്ചുപൊട്ടിക്കരയുന്ന മോഹനന്റെ മകൾ മോനിഷയുടെ കാഴ്ച കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. മോനിഷയുടെ വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആ പിതാവിന്റെയും കുടുംബത്തിന്റെയും മനസ്സിൽ പ്രതീക്ഷകളും ആദിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേരും മരണപ്പെടുന്നതിന്റെ തലേ ദിവസമാണ് വിവാഹ പത്രിക അച്ചടിക്കാൻ കൊടുത്തത് എന്ന് പറയുന്നു. പിതാവും മകനും മരണപ്പെട്ടതോടെ ഇനി അമ്മയും മകളും മാത്രമാണ് ഈ വീട്ടിൽ അവശേഷിക്കുന്നത്. ഒരു ഒറ്റമുറി വീട്ടിലാണ് ഈ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. കൃഷിയിടം നോക്കി നടത്തുന്നതിലൂടെ ലഭിക്കുന്ന വരുമാനവും തൊഴിലുറപ്പ് ജോലിയിൽ നിന്നുള്ള കൂലിയും മാത്രമായിരുന്നു ഈ കുടുംബത്തിന്റെ തുച്ഛമായ വരുമാനം. മോഹനൻ 10 വർഷത്തിലേറെയായി പ്രദേശത്തെ ഒരു ഭൂവുടമയുടെ നെൽകൃഷി നോക്കി നടത്തുകയാണ്. കൃഷിപ്പണിക്ക് വെള്ളം തുറന്നുവിടാനായി വൈകിട്ട് വീട്ടിൽ നിന്നും ഏകദേശം 300 മീറ്റർ ദൂരത്തുള്ള കനാലിലേക്ക് പോയതായിരുന്നു ഇദ്ദേഹം. എന്നാൽ കനാലിലേക്ക് ഇറങ്ങുന്നതിനിടെ വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ഇതുവഴി ബൈക്കിൽ പോവുകയായിരുന്ന പ്രദേശവാസിയും അനിരുദ്ധിന്റെ സുഹൃത്തുമായ യുവാവാണ് മോഹനൻ കനാലിൽ കിടക്കുന്നത് കാണുന്നത്. ഉടൻ തന്നെ യുവാവ് വീട്ടിലെത്തി അനിരുദ്ധിനെ വിവരമറിയിക്കുകയും അനിരുദ്ധിനെ കൂട്ടി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അച്ഛൻ കനാലിലേക്ക് വീണ് കിടക്കുന്നത് കണ്ട അനിരുദ്ധ് മറ്റൊന്നും ചിന്തിക്കാതെ കനാലിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. എന്നാൽ ഇതോടുകൂടി അനിരുദ്ധിനും ഷോക്കേറ്റു. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ഇറങ്ങാത്തതിനാലാണ് അപകടം ഒഴിവായത്. തുടർന്ന് ഈ സുഹൃത്ത് വിവരമറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ സ്ഥലത്തേക്ക് എത്തുന്നത്. പിന്നീട് പോലീസും KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് 2 മൃതദേഹങ്ങളും പുറത്തെത്തിക്കുന്നത്. പ്രദേശത്തെ കാട്ടുപന്നികളെ പിടികൂടുന്നതിനു വേണ്ടി അനധികൃതമായി കനാലിൽ സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇരുവർക്കും ഷോക്കേറ്റത്. സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. പന്നിയിറച്ചി ലക്ഷ്യമാക്കിയാണ് കനാലിൽ ഇവർ കെണിവെച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രതികൾക്ക് കൃഷിയില്ല. മാസങ്ങളായി സമാനമായ രീതിയിൽ ഇലക്ട്രിക് വയറുകൾ കൊണ്ട് കെണിയൊരുക്കി പ്രദേശത്ത് ഈ സംഘം കാട്ടുപന്നി വേട്ട നടത്തിയിരുന്നു. സംഭവ ദിവസം വൈകിട്ട് 5-നാണ് ഈ സംഘം ഇവിടെ എത്തി കെണിയൊരുക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. കനാലിൽ വെള്ളം കുടിക്കാനെത്തുന്ന പന്നികളെ ലക്ഷ്യമാക്കിയാണ് ഇവർ കെണിയൊരുക്കിയത്. കനാലിലൂടെ 150 മീറ്ററോളം ഇലക്ട്രിക് വയർ വലിച്ച് ഇതിന്റെ മറുഭാഗം 230 വോൾട്ട് LT ലൈനിൽ ഹുക്ക് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കോർത്ത നിലയിലായിരുന്നു. സമീപത്തെ തോട്ടത്തിലെ മോട്ടോർ പുരയിലേക്കുള്ള വൈദ്യുതി ലൈനിൽ നിന്നാണ് കെണിയൊരുക്കാനായി വൈദ്യുതി എടുത്തിരുന്നത്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ജില്ലയിൽ 2 വർഷത്തിനിടെ 13 പേരാണ് പന്നിക്കെണിയിൽ നിന്നും ഷോക്കേറ്റ് മരണമടഞ്ഞിട്ടുള്ളത്. അപകടം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ പരിശോധന ഊർജിതമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.